കിട്ടിയവരെ പിടിക്കും. കടലിനെ കുറിച്ച് പഠിച്ച ആളെ ഒപ്പം കടലിക്ക് പോകുന്ന സുഖം, കടൽ കണ്ട ആളെ കൂടെ പോയിട്ടുള്ളത്. കാരണം ഒരാള് ആരിഫാണ്, മറ്റുള്ള ആലിമാണ്. ആരിഫ് എന്ന് പറഞ്ഞാൽ അടുപ്പിൽ കൈയിട്ടാൽ പൊള്ളുന്ന ശാസ്ത്രം പറഞ്ഞാൽ അപ്പോൾ തീരെ പറ്റി വലിയ ബുക്ക് ചെയ്തിട്ടുണ്ടാവും. നേരെ അപ്പുറത്ത് ബുക്കൊന്നും ചെയ്തില്ല, അപ്പോൾ കൈ അടുപ്പിലിട്ടോളേക്കാണ്. അടുത്തോട് ചോദിച്ചാൽ അത് പറഞ്ഞു മനസ്സിലാകാം. ഒന്ന് ആരിഫാണ്, മറ്റൊരു ആലിമാണ്. അപ്പോൾ നമ്മൾ ആരെയാണ് പിടിക്കേണ്ടത്? ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അല്ലാഹ് 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 ഒരുപാട് നല്ല രസം. ഇനി പറഞ്ഞത് നമ്മളെ സംസ്ഥാന ജീവിതത്തിലെടുക്കുമ്പോൾ ആരിഫീങ്ങളെ മാല എങ്ങനെ പാടാൻ ചുരുക്കിയിട്ട് അവരൊക്കെ ഇവിടെ ഹാജറാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ അപ്പം ഉറക്കണം അള്ളാഹിനെ ജലാൽ ചൊല്ലിക്കുക. അല്ലാഹ് 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 നബിമാർകൾ വാഴ്ത്തും നൈനാർ മുഹമ്മദ് നാൽദീകും പുകഴ്ത്തും നബിമാർകൾ വാഴ്ത്തും നൈനാർ മുഹമ്മദ് നാൽദീകും പുകഴ്ത്തവർ നാമം മുഹമ്മദ് അതന്നഹദിന്റെ സിറെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ്
മുഹമ്മദ് മുസ്തഫ. മഹാന്മാരുടെ എണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നു. അതാണ് ആ മാർഗത്തിലൂടെ നിങ്ങൾക്ക് ആരെ കാണാൻ കഴിയും? മുത്തു മുഹമ്മദ് മുസ്തഫ. ഹബീബിനെ കാണാൻ കഴിയുന്നത് എന്തിനാണ് നമ്മൾ ഹബീബിനെ കാണുന്നത്? എന്തിനാണ് നമ്മൾ ഹബീബിനെ പ്രേമിക്കുന്നത്? ഹബീബ് എന്ന് പറയുന്ന മാണിക്കമുത്തിനെ നമ്മൾ എന്തിനു സ്നേഹിക്കുന്നു? നമ്മുടെ ഇക്കോലത്തിൽ പടച്ചുണ്ടാക്കിയ രാജാധികാരിയായ തമ്പുരാനെ കാണുന്നതിന് വേണ്ടി നമ്മുടെ കണ്ണുകൾ യോഗ്യവാന്മാരാകണം. അള്ളാഹ് എന്ന് പറയുന്ന ജലാലിയത്തിലേക്ക്, ജമാലിയത്തിലേക്ക് അള്ളാഹു താല നമ്മളെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഓരോരുത്തരെയും അള്ളാഹു താല ഓരോ അടിമകളെയും സ്വാഗതം ചെയ്യുന്നുണ്ട്. ഞാനെന്ന് പറയുന്ന സ്നേഹം, ഞാനെന്ന് പറയുന്ന പ്രേമത്തെ നിങ്ങൾ തിരിച്ചറിയൂ എന്ന് അള്ളാഹു താല ഓരോ അടിമകളോടും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്.